വിൽപത്രം എന്ന് കേട്ടിട്ടുണ്ടോ? വിൽപത്രത്തെ പറ്റി കുറച്ച് ധാരണകളും അതിലുപരി കുറച്ച് തെറ്റിദ്ധാരണകളും നിലനിർത്തി പോകുന്ന ഒരു ചെറിയ സമൂഹമാണ് നമ്മുടെ. അപ്പൊ ഇന്നലെ എന്നോട് ഒരു കക്ഷി ചോദിച്ചൊരു കാര്യമുണ്ട്. സാറേ, എന്റെ ഭർത്താവിന്റെ അച്ഛൻ എന്റെ ഭർത്താവിനായി ഒരു വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ നിയമ സാധ്യത എന്താണ് എന്നാണ് ചോദ്യം. നിയമസാധ്യത ഒന്നുമില്ല. 1925 പിന്തുടർച്ചാവകാശ നിയമപ്രകാരം 18 വയസ്സിന് മുകളിലുള്ള സ്ഥിരബോധമുള്ള ഏതൊരു വ്യക്തിക്കും സ്വന്തമായി വിൽപത്രം എഴുതി വയ്ക്കാവുന്നതാണ്. അദ്ദേഹത്തിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ഭാവിയിൽ ആരനുഭവിക്കണം എന്ന് അദ്ദേഹത്തിന് തീരുമാനിച്ച് രേഖയിലാക്കി വെക്കുന്നതാണ് വിൽപത്രം എന്നുള്ളത്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഈ വിൽപത്രം എഴുതുന്ന വ്യക്തിയെ ആരും നിർബന്ധിച്ചോ ഭീഷണിപ്പെടുത്തിയോ എനിക്ക് ഈ വിൽപത്രം എഴുതി തരണം ഇല്ലെങ്കിൽ കൊന്നുകളയും എന്നൊന്നും പറഞ്ഞ് എഴുതിച്ചു കഴിഞ്ഞാൽ അതിന് ഒരിക്കലും നിയമസാധ്യത വരുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നീട് ഈ വിൽപത്രം എഴുതുന്ന വ്യക്തി വ്യക്തമായും അദ്ദേഹത്തിന്റെ പേര് മെൻഷൻ ചെയ്തിരിക്കണം, അദ്ദേഹത്തിന്റെ അഡ്രസ്സ് മെൻഷൻ ചെയ്തിരിക്കണം, അദ്ദേഹത്തിന്റെ ഐ ഡി പ്രൂഫോ മറ്റു കാര്യങ്ങളോ എന്താണ്, അദ്ദേഹത്തിന് ഇപ്പം രേഖകൾ അദ്ദേഹത്തിന്റെ കൈവശമുള്ള അദ്ദേഹം ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ് അല്ലെങ്കിൽ അദ്ദേഹം ഒരു വ്യക്തിയാണ്, സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് തെളിയിക്കുന്ന രേഖകളെ പറ്റിയെല്ലാം വേണമെങ്കിൽ അദ്ദേഹത്തിന് മെൻഷൻ ചെയ്യാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹത്തിന്റെ മരണശേഷം മാത്രമേ ഈ വിൽപത്രം അദ്ദേഹം ആരുടെ പേരിലാണോ എഴുതി വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് അനുഭവിക്കാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ എന്റെ അച്ഛന്റെ അച്ഛൻ അല്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെ അച്ഛൻ മരിക്കാറായി കിടക്കുകയാണ്, പക്ഷെ ആ വിൽപത്രം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. നിയമസാധ്യത വരണമെങ്കിൽ അദ്ദേഹത്തിന്റെ കാലശേഷം എന്നുള്ളതാണ് സത്യം. വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ എഴുതി വെക്കാം, എന്റെ കാലശേഷം മാത്രം ഈ വിൽപത്രം നിലനിൽക്കുള്ളൂ എന്ന് വേണമെങ്കിൽ എഴുതാം. അങ്ങനെ എഴുതിയില്ലെങ്കിലും പ്രാബല്യത്തിൽ വരണമെങ്കിൽ, നിയമസാധ്യത വരണമെങ്കിൽ അദ്ദേഹത്തിന്റെ കാലശേഷം കഴിയണം എന്നുള്ളതാണ്.